നിന്റെ ജീവൻ പോകേണ്ടായിരുന്നു കാവ്യെ. വയറുകളൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ട് നീ സ്വിച്ച് ബോർഡിലേക്ക് വെള്ളം എടുത്തൊഴിച്ചോ? ഡി, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? എന്തിനാ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്? നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ ഉള്ളിലെ ധൈര്യത്തെ ഉണർത്താൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. എന്നാലും ഇത്രയൊക്കെ വേണമായിരുന്നോ? നിന്റെ ജീവന്റെ കാര്യം പോലും നീ നോക്കിയില്ലല്ലോ. ഒരു മിനിറ്റ്, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഓക്കെ? ചേട്ടത്തി എന്താ ഇങ്ങോട്ടെങ്കിലും പോവാണോ? എന്തെങ്കിലും ഒന്ന് പറയൂ ചേട്ടത്തി. ഞാൻ എന്ത് പറയാനാരോ, എന്ത് പറയാനാ? ഒന്ന് മാത്രമേ എനിക്കറിയാം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. എനിക്കിവിടെ നിന്ന് ഉടനെ പോയാൽ കൊള്ളാവുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ ഇല്ലാത്ത ഗർഭത്തിന്റെ കഥ ഇവിടെ അനുരാഗോ അച്ഛനോ എങ്ങാനോ അറിഞ്ഞ പിന്നെ എന്നെയോ എന്റെ വീട്ടുകാരെയോ ഒന്നും ഒരു വെറുതെ വിടില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോണം. എനിക്ക് ഉടനെ എന്റെ വീട്ടിൽ പോണം. ചേട്ടത്തി ഇവിടെ നിൽക്ക്. ചേട്ടത്തി ഇങ്ങനെ ഒളിച്ചോടുന്ന ഒരു സൊല്യൂഷൻ അല്ല. നിങ്ങൾ എന്താ കരുതിയേ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കാം? അച്ഛനും ചേട്ടനും മിണ്ടായിരിക്കുമെന്നാണോ? ഇല്ല, അവർ ചേട്ടത്തെ തിരിഞ്ഞോണ്ട് ഒരു വരവങ്ങ് വരുമെന്ന് അറിയാലോ. അതെ ചേട്ടത്തി, ആരവ് സാർ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ ഒളിച്ചോട്ട് ഒരു സൊല്യൂഷൻ അല്ല. ഒളിച്ചോടുന്നതുകൊണ്ട് പ്രശ്നം ഇല്ലാതാവുന്നില്ല, അത് കൂടുകയുള്ളൂ. ചേച്ചി, നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല. പിന്നെ അതെ ചേച്ചി, ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട്സ് എല്ലാം നോക്കിയതാ. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാവ്യ, മിക്കവാറും പ്രശ്നം അനുരാഗ് സാറിനാവാനാ സാധ്യത. പക്ഷേ ഈ കാര്യം എങ്ങനെ പുറത്തു കൊണ്ടുവരും? റിയ, എനിക്ക് കുറച്ച് സമയത്തേക്ക് നിന്റെ ഫോണും തരൂ. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പൊതുവെ ഞാൻ എന്റെ ഫോൺ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. പക്ഷെ അത്യാവശ്യമാണെങ്കിൽ എടുത്തോ. പിന്നെ കാര്യം കഴിഞ്ഞ ഉടനെ തരണം. പിന്നെന്താ, താങ്ക് യു. ഹലോ, ഐ എം ഈഷ. നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുത്തിരുന്നില്ലേ ജോലിക്കായി? എനിക്ക് ആ ജോലി നന്നായി അറിയാം. എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് മഹാറാണി, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാമോ? എന്റെ തൊണ്ട വല്ലാതെ വരളുന്നു. ഇപ്പൊ തരാം. ഹലോ സർ, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാവോ? സോറി. ഇതാ. ഹലോ സർ. സർ, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ... ഹലോ മഹാറാണി, എന്റെ മരുന്നിനുള്ള സമയമായി. ആ മരുന്നൊന്ന് എടുത്തു തരാമോ? ഹലോ, ഫോൺ കട്ട് ചെയ്തല്ലോ.
പണ്ട് അമ്മ എന്നെ ഇങ്ങനെയാ തുള്ളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എന്നെയൊക്കെ വിട്ട് ഇവളുടെ പിറകെ കൂടിയെന്നാ തോന്നുന്നേ. ഇവളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു ശല്യവും ഇല്ല. ഇവളുടെ ചേട്ടത്തിയുടെ കയ്യിൽ നിന്ന് മാസാമാസമുള്ള പൈസയും കിട്ടും. നീ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? കാക്ക കുളിച്ച് കൊക്കാകാൻ പോയി, അവസാനം കൊക്കിനെയും കാണാതായി കാക്കയും കാണാതായി. മനുഷ്യന്മാര് വെല്ലുവിളി സ്വീകരിക്കുമ്പോ അവനവന് യോഗ്യതയ്ക്ക് വേണം സ്വീകരിക്കാൻ. അല്ലെങ്കിൽ പാവം അവന് ഇങ്ങോട്ടും കയറാൻ പറ്റില്ല, അങ്ങോട്ടും കയറാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മര്യാദയ്ക്ക് 4 ചപ്പാത്തി ഉണ്ടാക്കാൻ പോലും ഇവൾക്ക് അറിയില്ല. പുറത്തെവിടെയോ പോയി ജോലി നോക്കാൻ പോവാ. ചപ്പാത്തി ഉണ്ടായാലെന്താ, ഇല്ലെങ്കിൽ എന്താ? ജോലി കിട്ടിയാലെന്താ, ഇല്ലെങ്കിൽ എന്താ? ഇവൾ ഇവിടുന്ന് പോവാതിരുന്നാ മതി. എനിക്ക് അത്രയും മതി. ഹലോ, ആ അത് കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയും. അതെ, നോക്ക് മഹാറാണി, മരുന്ന് ഞാൻ ചുമ്മാതെ അങ്ങ് വിഴുങ്ങണോ? 2 ബിസ്ക്കറ്റ് എങ്കിലും എടുത്തോണ്ട് വാ. ശരി. ഹലോ, പിന്നെയും ഫോൺ കട്ട് ചെയ്തു. എന്റെ ഭഗവാനെ, ഓ ഗോഡ്, വീണ്ടും ചപ്പാത്തി കരിഞ്ഞു പോയല്ലോ. എന്താ, നമുക്ക് ടെസ്റ്റ് ചെയ്യാന്നോ? എങ്ങനെ? എങ്ങനെയെങ്കിലും അനുരാഗ് സാറിനെ കുറച്ചു നേരം നമ്മുടെ കയ്യിൽ കിട്ടണം. അതായത് ഒരു 10 മിനിറ്റ് ബോധമില്ലാതെ. അങ്ങനെ ബോധമില്ലാതെ പുള്ളി നമ്മുടെ കൈ കിട്ടിയ ബാക്കിയൊക്കെ ഡോക്ടർ നോക്കിക്കോളും. അതൊക്കെ ശരി കാവ്യ, പക്ഷെ ആരെങ്കിലും കണ്ട് പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെ നമ്മുടെ പ്ലാൻ കൊളാവും കൂടെ ചെയ്തോ എന്ത് ചെയ്യും കാവ്യ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം. വേണമെങ്കിൽ ഞാൻ വാക്ക് തരാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നിങ്ങൾ അതിൽ കുടുങ്ങാതെ ഞാൻ നോക്കിക്കോളാം. ആ സാറേ പറയൂ. അപ്പോഴേ സൂരജ്, ഗുലാബ് സിംഗിന്റെ വാതിൽക്കൽ ദൈവം 2 സന്തോഷപ്പൂക്കൾ വച്ചിരിക്കുക. ഒന്നാമത്തെ കാര്യം, അനുരാഗ് അച്ഛനാകാൻ പോകുന്നു. പിന്നെ രണ്ടാമത്തത്, ആരവ് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അപ്പോ ഈ സന്തോഷം ഒന്ന് ഇരട്ടിപ്പിക്കുന്നതിന് ഞാൻ നാളെ വൈകുന്നേരം ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. ആഹാ, കൊള്ളാലോ സാറേ. അനുരാഗ് സാറിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എന്റെ വക പ്രത്യേക അനുമോദനം. പിന്നെ ആരവ് സാറിന്റെ കാര്യത്തില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട, പാർട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പോരെ? ചേട്ടനും ചേട്ടത്തിക്ക് അനുമോദനങ്ങളോ? ആരവിന്റെ കാര്യത്തിൽ സന്തോഷം, പാർട്ടി, എന്താ സംഭവം? ഒരു കാര്യം കൂടി ഉണ്ട് സൂരജ്, നാളെ പാർട്ടിയില് ഒരുപാട് VIP അതിഥികൾ വരുന്നുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നാളെ നമുക്ക് പ്രശസ്തരായിട്ടുള്ള കുറച്ച് ഗാർഡ്സിന് വേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ വീടിന്റെ അലങ്കാരമൊക്കെ കണ്ട വളരെ ഗംഭീരമായിരിക്കണം. പിന്നെ അതിഥികളെയൊക്കെ സ്വാഗതം ചെയ്യാൻ ഒരു പ്രതിമ വെച്ചാലോ? പ്രതിമ എങ്ങനെ ഉണ്ടാവണം? ഒരു കാര്യം ചെയ്യും, അനുരാഗ് അതിന്റെ ചിത്രം അയച്ചിരും. പോരെ? ശരി സാറേ, സാറ് പറഞ്ഞല്ലോ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൂട്ടിക്കോ. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം. പോരെ? വെരി ഗുഡ്. സൂരജ്, വീട്ടിൽ എന്തിന്റെ പേരിലുള്ള പാർട്ടിയാ നടക്കാൻ പോകുന്നത്? ചേട്ടനും ചേട്ടത്തിക്കും ആരവിനും ഒക്കെ എന്തിനാ അനുമോദനങ്ങൾ അറിയിക്കുന്നത്? എന്നോടും കൂടെ ഒന്ന് പറയണേ പ്ലീസ്. എന്തിന്? നിങ്ങളിപ്പോ ഈ വീട്ടിലെ മരുമോളല്ലേ? ഗുലാബ് നിവാസിലേക്ക് എന്തായാലും തിരിച്ചു പോകുന്നില്ലല്ലോ. അപ്പൊ അവിടെ എന്ത് നടക്കുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? സൂരജ് സൂരജ് സൂരജ്, എന്നോട് കൂടെ ഒന്ന് പറയുന്നേ, എന്തിനാ എല്ലാരെയും അനുമോദിക്കുന്നേ? കാര്യം പറ പ്ലീസ് പ്ലീസ്. അറിയാൻ അത്രയ്ക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലേ വീട്ടിലേക്ക് തന്നെ അങ്ങ് തിരിച്ചു പോയാൽ പോരെ. എന്നെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തണ്ട, കാരണം ഞാൻ നിങ്ങളോട് ഒരു കാര്യവും പറയാൻ പോകുന്നില്ല. മനസ്സിലായോ? എന്നാ ശരി. സൂരജ് സൂരജ്, ഇങ്ങനെയുണ്ട് ആൾക്കാര്. 1 നമ്പർ പിടിവാശിക്കാരൻ തന്നെ. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല.
പക്ഷെ അങ്ങനെ ഒരു കാര്യം ഖുഷ്ബു ചേട്ടത്തി ആരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെങ്കിലും അറിഞ്ഞേ തീരൂ. ഇനി എന്ത് സംഭവിച്ചാലും ശരി.